കണ്ടോണ്ടിരുന്ന നമുക്ക് പോകാൻ തോന്നുന്നില്ല. കഴിഞ്ഞ തവണ നമ്മൾ വാൽപ്പാറ പോയപ്പോൾ താമസിക്കുന്ന റൂമിന് വാതിൽക്കൽ ഇരുന്ന് ആനക്കൂട്ടങ്ങളുടെ കാഴ്ചകളാണ് ഈ വാൽപ്പാറ നമുക്കായി ഒരുക്കി തന്നത്. വീണ്ടും ഒരിക്കൽ കൂടി വാൽപ്പാറയിൽ താമസിക്കുവാൻ നമുക്ക് ക്ഷണം കിട്ടിയപ്പോൾ ആ അവസരം മുതലാക്കി നമ്മൾ വീണ്ടും പുതിയ കാഴ്ചകൾക്കായി ഇവിടേക്ക് ഇന്ന് യാത്ര ചെയ്യുകയാണ്. എന്നാൽ വ്യത്യസ്ത കാഴ്ചകളും അനുഭവങ്ങളും ലക്ഷ്യമിട്ട് മുൻപ് യാത്ര ചെയ്ത മാർഗങ്ങളിൽ നിന്ന് വേറിട്ട വഴിയിൽ ഒരു സഞ്ചാരമാണ് ഇന്നത്തെ ഈ യാത്രയിൽ. ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ റോഡിൽ കൂടി വാഴച്ചാൽ റൂട്ടിൽ മലക്കപ്പാറ എത്തി അവിടെ നിന്ന് തമിഴ്നാട് ഫോറസ്റ്റിന്റെ പെർമിഷൻ എടുത്ത് പന്നിമേട്, മുക്കോട്ടുമുടി, ഷോളയാർ എസ്റ്റേറ്റ് വഴി നമ്മുടെ പഴയ മൂന്നാർ ഗ്യാപ്പ് റോഡിനെ ഓർമ്മിപ്പിക്കുന്ന മാതിരിയുള്ള ചെറിയ റോഡിൽ കൂടെയുള്ള യാത്രയാണ്. വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങളും കാഴ്ചകളും കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. യാത്രയിലെ അസുലഭ കാഴ്ചകൾ ആസ്വദിക്കുവാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ തമിഴ്നാടിന്റെ മൂന്നാറായ വാൽപ്പാറയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ദിസ് ഈസ് ബിജോയ് വർഗീസ് ആൻഡ് യു വാച്ചിങ് എബി വർഗീസ് ഒഡീസീസ്. ഇന്നത്തെ യാത്ര ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ട്രിപ്പാണ്. എന്നോടും രാജിയോടും ഒപ്പം സന്തോഷും, പ്രീജയും, രഘുനന്ദനും, പിന്നെ ജോണിക്കുട്ടിയും ജോജിയുമുണ്ട്. രാവിലെ 4 മണിക്ക് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് യാത്ര തുടങ്ങി. മൂവാറ്റുപുഴ എത്തി ഓരോ ചൂട് ചായയും ഫ്രഷായി പാചകം ചെയ്ത ചെറുകടികളുമൊക്കെ എല്ലാവരും അകത്താക്കി. അവിടെ നിന്ന് ഞങ്ങൾ നീങ്ങാൻ തുടങ്ങിയപ്പോൾ ജോണിക്കുട്ടിയുടെ കാറും ഞങ്ങൾക്കൊപ്പം എത്തി. പിന്നീട് 2 കാറുകളും ഒരുമിച്ച് യാത്ര തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് നമ്മൾ കാലടിയിൽ ഹോട്ടൽ അന്നപൂർണയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു ഗീ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രു ഗീ റോസ്റ്റാണ്. പെണ്ണുങ്ങളുടെ സൈഡിൽ ഒരു ഗീ റോസ്റ്റ് മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കാലടി പ്ലാന്റേഷൻ റോഡിൽ കൂടെ യാത്ര ചെയ്ത് ആതിരപ്പള്ളി എത്താനായി ഏഴാറ്റുമുഖത്തെ മൂടൽമഞ്ഞ് മൂടിയ തോട്ടം റോഡുകളിലൂടെയുള്ള യാത്ര തുടങ്ങി. ഈ റൂട്ടിലൂടെയുള്ള റോഡ് അടുത്ത കാലത്ത് മനോഹരമായി നവീകരിച്ചിരിക്കുന്നതിനാൽ സുഗമവും വൃത്തിയുള്ളതും ഈ വനപാതയിലൂടെ വാഹനം ഓടിക്കൽ ആസ്വാദ്യകരവുമാണ്. നിറഞ്ഞ പച്ചപ്പിൽ ചെറു മൂടൽമഞ്ഞ് ആസ്വദിച്ച് പ്രഭാത വനത്തിന്റെ താളത്തിൽ ഞങ്ങൾ പതിയെ യാത്ര ആസ്വദിച്ചു. ഇരുവശത്ത് നിരനിരയായി നിൽക്കുന്ന ഉയരമുള്ള ഈന്തപ്പനകൾ തണുത്ത പ്രഭാത കാറ്റിൽ ചെറുതായി ആടുന്നു. ഓരോ വളവിലും നമുക്ക് പച്ചപ്പിന്റെ പുതിയ വകഭേദങ്ങൾ കാട്ടിത്തരുന്നു. മൃദുവായ വെളുത്ത തിരമാലകൾ പോലെ മൂടൽമഞ്ഞ് വനത്തിന്റെ ബഫർ ഏരിയകളിൽ നിറഞ്ഞു നിന്ന് റോഡിലൂടെ ഒഴുകി നീങ്ങുന്നു. ഒരു നേരിയ ചാറ്റൽ മഴ നമ്മുടെ മനസ്സും പ്രകൃതിയെയും എല്ലാം തണുപ്പിച്ചു പുത്തൻ ഉണർവും പകർന്നു തരുന്നു.
ഈ ശാന്തതയിൽ നിശബ്ദമായ പ്രദേശത്തുകൂടിയുള്ള യാത്രയ്ക്ക് തീർച്ചയായും ഒരു മാസ്മരികതയും അവിസ്മരണീയമായ അനുഭൂതിയും പകരുന്നതാണ്. അതിരപ്പള്ളിയിലേക്കുള്ള യാത്രയിൽ വെറ്റിലപ്പാറ എത്തിയതോടെ മൂടൽമഞ്ഞ് പതുക്കെ മാറി. വീണ്ടും ജനജീവിതം റോഡിന്റെ ഇരുവശങ്ങളിലും കാണുകയായി. ഈ യാത്രയിൽ ഈ റൂട്ട് തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുകയും ചെയ്തു. അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള വഴിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യമായ വന്യജീവി കാഴ്ചകൾ ഉണ്ടായില്ല. കാട്ടുകോഴി, കരിങ്കുരങ്ങ്, കുരങ്ങന്മാർ, മയിൽ ഒക്കെ മാത്രമായിരുന്നു കാഴ്ചകൾ. ഉച്ചയോടുകൂടി ഞങ്ങൾക്ക് വാൽപ്പാറ എത്തണം എന്ന് കണക്കുകൂട്ടി യാത്ര ചെയ്തിരുന്നതിനാൽ ആ കാഴ്ചകളിലേക്ക് ഞങ്ങൾ കൂടുതൽ സമയം ചെലവാക്കിയതുമില്ല. കൃത്യം 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ സ്ലിപ്പ് കൊടുത്ത് എക്സിറ്റായി. അവിടെയുള്ള വാഷ്റൂം സൗകര്യം പ്രയോജനപ്പെടുത്തി അല്പസമയം ചെക്ക് പോസ്റ്റിൽ വിശ്രമിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റിലെത്തി അവർ ആദ്യം തന്നെ ചോദിച്ചത് നമ്മുടെ ഇ പാസ്സാണ്. 2 വാഹനങ്ങൾക്കും ഒരാഴ്ച മുൻപേ തന്നെ എടുത്തു വെച്ചിരുന്നു. അതവർ സ്കാൻ ചെയ്ത് വെരിഫൈ ചെയ്തു ഞങ്ങൾക്ക് യാത്ര തുടരാൻ അനുമതിയും നൽകി. അപ്പോൾ ഞാൻ അവിടെയുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കയറി സ്ഥിരം പോകുന്ന മാർഗം മാറ്റി അടുത്ത റൂട്ടിലൂടെ പോകാൻ സാധിക്കുമോ എന്നാരാഞ്ഞു. ആദ്യം സാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ 2 ഫാമിലികളാണ്, 2 കാറിലാണ് എന്ന് പറഞ്ഞപ്പോൾ 2 വാഹനങ്ങൾക്കും അനുമതി തന്നു. അവിടെ നിന്നുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ മുൻപ് മൂന്നാറിലെ പഴയ ഗ്യാപ്പ് റോഡിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള റോഡിൽ കൂടെയായിരുന്നു. എന്നാൽ ഈ റൂട്ടിലെ അവസാന കുറച്ച് കിലോമീറ്ററുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ നല്ല റോഡുകളായതിനാൽ സുഗമമായി യാത്ര ചെയ്തു. അല്പനേരത്തിന് ശേഷം പനിമേട് എന്ന സ്ഥലത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. വാൽപ്പാറയിലേക്ക് പോകാനായിട്ട് നമ്മൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കയറിയിട്ട് പെർമിഷൻ എടുത്താണ് അകത്തേക്ക്, ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വേണം. പെർമിഷൻ എടുത്താണ് നമ്മൾ അകത്തേക്ക് വരുന്നത്. വന്നിട്ട് വരുമ്പോൾ ഒരു മലനിര, 2 സൈഡിലും തേയിലത്തോട്ടത്തിൻ്റെ കുന്നുകൾ, അങ്ങ് മലനിരകൾ, ആകാശവും അതിൻ്റെ മേളിൽ മേഘവും, പിന്നെ താഴെ പച്ചപ്പ് നിറഞ്ഞ ഒരു താഴ്വാരം. നോക്ക് എന്നാ കാഴ്ചയാണ് നോക്കി. എനിക്ക് ഏതായാലും മതിയാണ്. ഈ സ്ഥലം ഏതാ പേര്? പന്നിമേട്. പനിമേട്. നല്ല സൂപ്പർ സ്ഥലം. നമ്മളിപ്പോൾ പനിമേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്, പിന്നെ കടകൾ, സാധനങ്ങൾ വിൽക്കാൻ. ഒരെണ്ണോട് മേടിച്ചോ? കടലമുട്ട ഇത് 120 രൂപയുള്ളൂ. അത് രാജി ഒരെണ്ണോട് മേടിച്ചോ? നമ്മൾ മുക്കോട്ടുമുടി തേയിലത്തോട്ടത്തിനകത്തൂടിയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബ്യൂട്ടിഫുൾ റൂട്ടാണ്. ട്രാഫിക്കും ഇല്ല, ഒന്നുമില്ല. പക്ഷെ റോഡിന് വീതി എന്ന് പറയുന്ന വഴിയെ പോയി. മലയില് ഹൈവേ അല്ലല്ലോ ഉണ്ടാക്കിയേക്കുന്ന, ചെറിയൊരു വഴി, അവിടെ ഒരു റോഡ് ഉണ്ടാക്കിയതല്ലേ. അതും ഒരു സത്യമാണ്. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ എസ്റ്റേറ്റ് റോഡുകളിലൂടെ 2 കാറുകളിലായി വാൽപ്പാറയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര മനോഹരമായ ഒരു അനുഭവമായി തീർന്നു. ഈ റൂട്ട് തിരഞ്ഞെടുത്തതിനാൽ ഞങ്ങൾ നിരാശരാകേണ്ടി വന്നിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങളെ ഏറെ സന്തോഷിപ്പിച്ചു. വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങൾ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളും തോട്ടങ്ങളും എസ്റ്റേറ്റ് വാഹനങ്ങളും ആളുകളെയൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തു. ഇവിടെ വഴിയൊക്കെ മല, ഈ കുന്ന് വെട്ടി താത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ. പച്ചപ്പും മൂടൽമഞ്ഞും മേഘങ്ങളും നിറഞ്ഞ കുന്നുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞ് പുതുതായി നവീകരിച്ച റോഡുകൾ. മുക്കോട്ടുമുടിയിൽ ഞങ്ങൾ അതിമനോഹരമായൊരു കാഴ്ച കണ്ടു. കൊഴുത്തൂരുണ്ട പേശികളും അതിശക്തിയുമുള്ള ഒരു ഭീമൻ കാട്ടുപോത്ത്. ദൂരെ മലനിരകൾക്ക് മുകളിലെ ചെത്തി നിർത്തിയ തേയിലച്ചെടികൾക്കിടയിലൂടെ തീറ്റ തിന്ന് നടന്ന് നീങ്ങുന്ന ഒരു ഭീമൻ കാട്ടുപോത്ത്. എല്ലാം സഹിക്കാം, ഇത് അമറിയാൻ മാത്രം നമുക്ക് സങ്കടം പറയും. പശു അമർന്ന പോലെ ഒന്നും അത്ര ഉറപ്പുള്ള സൗണ്ട് അല്ലേ നിങ്ങൾ?
മൃദുവായ വെളുത്ത മേഘങ്ങൾ നിറഞ്ഞ നീലാകാശത്തിന് കീഴിൽ അനന്തമായ തേയിലത്തോട്ടങ്ങൾ എന്നിവ ഞങ്ങൾ ആസ്വദിച്ച് യാത്ര ചെയ്തു. തണുത്ത കാറ്റും പച്ചപ്പിൽ നിറഞ്ഞ മലനിരകളും മനോഹരമായ വളവുകളും ഈ റൂട്ടിലൂടെയുള്ള ഡ്രൈവിങ്ങിനെ അവിസ്മരണീയമാക്കി. എന്നാ വ്യൂ ആണ് നോക്കി. നമ്മളിപ്പോ ഷോളയാർ ടീ ഫാക്ടറിയുടെ മുന്നിൽ കൂടിയാണ് പോകുന്നത്. ആ ഭംഗി ആസ്വദിക്കാൻ പഠിക്കണം. ഇത്രയും നേരം നമ്മൾ വന്നത് ഷോളയാർ എസ്റ്റേറ്റിന്റെ ഏരിയയിൽ കൂടിയാണ്. അപ്പോൾ ആ റോഡ് അങ്ങനത്തെ ഒരു ഭയങ്കര ഇച്ചിരി ഈ ഒരു ഭാഗം മാത്രമാണ് മോശം റോഡായിട്ടുള്ളത്. അല്ല, ബാക്കി മുഴുവൻ നല്ല റോഡാണ്, സൂപ്പർ റോഡ്. വാൽപ്പാറ ടൗണിൽ കൂടെ ഞങ്ങൾ ആനമല ക്ലബിലേക്ക് യാത്ര ചെയ്ത് വാൽപ്പാറ ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സമയം 2 മണിയോടെ അടുത്തിരിക്കുന്നു. ലഞ്ച് ഇന്ന് ഞങ്ങൾക്ക് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വഴിയെ ഓരോ വളവിലും ഞങ്ങൾ വേഗത കുറച്ച് സൂക്ഷിച്ച് വാഹനം ഓടിച്ചു, വന്യജീവികളെ കാണാമെന്ന പ്രതീക്ഷയിൽ. ഒരുപക്ഷെ ഒരു മയിലിനെയോ ഒരു പരുന്തിനെയോ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടിലൂടെ നിശബ്ദരായി കടന്നു പോകുന്ന ഒരു ഒറ്റയാനെയോ അല്ലെങ്കിൽ ഒരു ആനക്കൂട്ടങ്ങൾ തന്നെയോ എന്തിനേലും കാണാം എന്നുള്ള ആഗ്രഹത്തോടെ. അങ്ങനെ നമ്മൾ ആനമല ക്ലബിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു പർപ്പസും ഉണ്ട്. ഒന്ന് മെഡിസിനൽ പർപ്പസ് ഉണ്ട്, 2 ഈ സോയിൽ എറോഷൻ തടയാതെ ഉള്ള പർപ്പസും ഉണ്ടാവാം, നമുക്കറിഞ്ഞുകൂടാ. ആനമല ക്ലബിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. കഴിക്കാൻ തുടങ്ങുന്നു. എന്താ പേര്? വെളിച്ചാം. സെയിം ടൈം കഴിഞ്ഞു വന്നു. നമ്മുടെ ലഞ്ച് ബിരിയാണിയാണ്. എഗ് ബുർജി ഉണ്ട്, സാലഡ് ഉണ്ട്. ബിരിയാണി, സാലഡ്, പിക്കിൾ, എഗ് ബുർജി. ലഞ്ചിന് ശേഷം എല്ലാവരും റൂമുകളിലേക്ക് അല്പം വിശ്രമിക്കുവാൻ പോയി. 5 രൂപയുടെ വീണ്ടും ഒരു ചായയൊക്കെ കുടിച്ച് കാഴ്ചകൾക്കായി ഇറങ്ങി. ആദ്യം തന്നെ കാട്ടുപോത്തിൻ പറ്റങ്ങളെ കണ്ടു. എന്നാൽ അവ ദൂരെ ആയിരിക്കുന്നു. മാത്രമല്ല ഇരുട്ടിയതിനാൽ ക്യാമറയിൽ കിട്ടാതെയുമാകുന്നു. പതിയെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റായി എഴുതി വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ദിസ് ഈസ് ബിജോയ് സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ. നിറയെ കാട്ടുപോത്തുകളാണ്. എത്രയൊന്നും എണ്ണാനൊന്നും പറ്റത്തില്ല. കാര്യം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഇതിനകത്തെല്ലാം മറഞ്ഞ് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്.